മലപ്പുറം ജില്ലയിൽ കോട്ടക്കലിനടുത്തുള്ള ഒരു വലിയ പട്ടണമാണ് പുത്തനത്താണി. അടുത്ത കാലത്തായി പുത്തനത്താണിക്ക് വമ്പിച്ച വളർച്ച ഉണ്ടായിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ കോട്ടക്കൽ പോലെ ഒരു മഹാനഗരമുണ്ടെങ്കിലും പുത്തനത്താണിയിലെ ജനങ്ങൾ കോട്ടക്കലിൽ പോയി ഷോപ്പിംഗ് നടത്തുന്നത് നിയന്ത്രിക്കുകയും സ്വന്തം നഗരം വളർത്തിയെടുക്കണമെന്ന താല്പര്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. അങ്ങനെയാണ് പുത്തനത്താണി പ്രത്യേകമായി ഒരു അങ്ങാടിയായി മാറിയത്. വളാഞ്ചേരി പോലെയുള്ള വലിയ നഗരങ്ങൾ 10 കിലോമീറ്റർ മാത്രം ദൂരെയാണെങ്കിലും പുത്തനത്താണിക്ക് ഇപ്പോൾ സ്വന്തമായ ഒരു ഐഡന്റിറ്റിയും വളർച്ചയും ഉണ്ടായിട്ടുണ്ട്. നഗരവികസന വിദഗ്ധന്മാർ പറയുന്നത് 20 കിലോമീറ്റർ കൂടുമ്പോൾ മാത്രമേ ഒരു പുതിയ നഗരം ഉണ്ടാക്കാൻ പറ്റൂ എന്നാണ്. എന്നാൽ ഈ തിയറി പുത്തനത്താണിയിൽ തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. 9 കിലോമീറ്റർ ദൂരെ കോട്ടക്കലും 12 കിലോമീറ്റർ ദൂരെ തിരൂറും 10 കിലോമീറ്റർ ദൂരെ വളാഞ്ചേരിയും ഉണ്ടെങ്കിലും പുത്തനത്താണി പുതിയൊരു പട്ടണമായി വളരുകയും സ്വന്തമായി നിലനിൽപ്പ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പുത്തനത്താണി എന്ന പേരിൻ്റെ അർത്ഥം പുതിയ അത്താണി അല്ലെങ്കിൽ പുതിയ അങ്ങാടി എന്നാണ്. തൊട്ടടുത്തുള്ള രണ്ടത്താണി എന്ന പട്ടണത്തിൻ്റെ പേരുമായി പുത്തനത്താണിയുടെ പേരിന് സാദൃശ്യമുണ്ട്. പുതിയൊരു പട്ടണമായ പുത്തനത്താണിക്ക് ഈ പേര് നല്ലപോലെ യോജിക്കുന്നുമുണ്ട്. കണ്ണൂർ ജില്ലക്കാർ പഴയ പട്ടണത്തെ പുതിയങ്ങാടി എന്നും പുതിയ പട്ടണത്തെ പഴയങ്ങാടി എന്നുമാണ് വിളിക്കുന്നത്. എന്നാൽ കണ്ണൂർ ജില്ലക്കാരുടെ വളവും തിരിവും പുത്തനത്താണിക്കാർക്കില്ല. നേരെവോ നേരെപ്പോ എന്ന നിലപാടുള്ളവരാണ് പുത്തനത്താണിയിലെ നിഷ്കളങ്കരും സഹൃദയരുമായ ജനങ്ങൾ. അതുകൊണ്ട് പേരും അതിൻ്റെ പുറകിലുള്ള അർത്ഥവും ഒന്നായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. ആദവനാട് ഗ്രാമപഞ്ചായത്തിലാണ് പുത്തനത്താണി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും UDFകാരാണ്. ഒന്നിലധികം രാഷ്ട്രീയ വിഭാഗങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നല്ല സ്വൈരവും സമാധാനവുമുള്ള ഒരു സ്ഥലമായി പുത്തനത്താണി അറിയപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് DYFIക്കാരുടെയും SFIക്കാരുടെയും ശല്യമില്ലാതെ സമാധാനമായി ജീവിക്കുവാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർ മുതലാളിമാരെ വളരുവാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും ഉയർന്ന കൂലി ആവശ്യപ്പെടുകയും വളർച്ചയുടെ ഒരു ഭാഗം തൊഴിലാളികൾ അടിച്ചു മാറ്റുകയും ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും നമുക്ക് കാണുവാൻ പറ്റും. എന്നാൽ പുത്തനത്താണിയിലെ ജനങ്ങൾ മുതലാളിത്തത്തെ സ്വാഗതം ചെയ്യുകയും മുതലാളിമാർക്ക് അളവില്ലാതെ ലാഭമുണ്ടാക്കുവാൻ അനുവാദം കൊടുക്കുകയും ചെയ്യുന്ന മുസ്ലിം ലീഗ് പോളിസിയാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ ബിസിനസ്സുകാർ കൂടുതൽ നിക്ഷേപിക്കുവാനും കൂടുതൽ വളർച്ചയുണ്ടാക്കുവാനും പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പുത്തനത്താണിയിലെ രാഷ്ട്രീയം മുസ്ലിം ലീഗിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള ജനങ്ങൾ ജീവിതം ആഘോഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അനാവശ്യമായ രാഷ്ട്രീയ ആദർശങ്ങളും സംഘർഷങ്ങളും പുത്തനത്താണിയിൽ കാണുവാൻ സാധിക്കുകയില്ല. അതിനു പകരം സ്പഞ്ച് കേക്ക്സ് പോലെയുള്ള വലിയ ബേക്കറികളിൽ ബർത്ത്ഡേ പാർട്ടികൾ നടത്തുകയും ജീവിതം ഒരു ആഘോഷമാക്കുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് ഇവിടെ വളർന്നു വരുന്നത്. ആശുപത്രി സൗകര്യങ്ങൾ പോലും നല്ലപോലെ വികസിപ്പിച്ചെടുക്കുവാൻ പുത്തനത്താണിയിൽ സാധിച്ചിട്ടുണ്ട്. തിരുനാവായ റോഡിൽ സുപ്രിയ ഹോസ്പിറ്റൽ ഇവിടുത്തെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലാണ്. കൂടുതൽ ആശുപത്രി സൗകര്യങ്ങൾ തൊട്ടടുത്ത് കോട്ടക്കലിലും ലഭ്യമാണ്. ടൂറിസ്റ്റുകൾ കണ്ടമാനം വരുന്ന ഒരു പട്ടണമല്ല പുത്തനത്താണി. പുറം നാടുകളിലുള്ള വ്യത്യസ്തമായ സംസ്കാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാൻ പുത്തനത്താണിക്കാർ ഇഷ്ടപ്പെടുന്നില്ല. ഉയർന്ന രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിലും ടൂറിസം വികസനം ആവശ്യപ്പെടുവാൻ ഈ നാട്ടുകാർ തയ്യാറാവാത്തത് അതുകൊണ്ടാണ്. അയ്യപ്പനാവ് വെള്ളച്ചാട്ടം പോലെയുള്ള മനോഹരമായ പ്രദേശങ്ങൾ കാട്ടിലങ്ങാടിക്കടുത്ത് ഉണ്ടെങ്കിലും നാട്ടുകാർ മാത്രമേ അവിടെ പോകാറുള്ളൂ. മികച്ച റെസ്റ്റോറൻറ്റുകളും ഈ പട്ടണത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഡൈൻ ഫുഡ് നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അതുപോലെ ഹോട്ടൽ മിനാർ മിനി ബൈപ്പാസിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ചിക്ക് പിക്ക് ഫ്രൈഡ് ചിക്കൻ നഗരമധ്യത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ സംസം ദബ്ബ ധാരാളം വെറൈറ്റി നൽകുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. പെപ്പർ ഷവായയും ചിക്കൻ പൊള്ളിച്ചതും ഇവിടെ ലഭിക്കും. ധാരാളം ബേക്കറികളും പുത്തനത്താണിയുടെ വിവിധ ഭാഗങ്ങളിൽ കാണുവാൻ പറ്റും. ബേക്കറികൾ ഇരിപ്പിടങ്ങൾ ഉള്ളതുകൊണ്ട് കോഫി ഷോപ്പുകളായി അവ രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ ബേക്കറികളിൽ പോയി ചായ കുടിക്കുകയും കൂട്ടുകാരോടൊപ്പം കറങ്ങി നടക്കുകയും ചെയ്യുന്ന ഒരു ജീവിതശൈലിയാണ് പുത്തനത്താണിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഈ നാട്ടിലെ ആളുകൾ കൂടുതലും ദൈവവിശ്വാസികളാണ്. ധാരാളം ജമാഅത്ത് പള്ളികളും ഹിന്ദു ക്ഷേത്രങ്ങളും ഇവിടെ കാണുവാൻ പറ്റും. ജമാലുല്ലാഹി ജുമാ മസ്ജിദ്
ചേലൂരിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ പുത്തനത്താണി ദർഗ കോട്ടക്കൽ റോഡിലാണ്. ധാരാളം ഭക്തന്മാർ ഇവിടെ സിയാറത്തിന് വരാറുണ്ട്. നരസിംഹമൂർത്തി ക്ഷേത്രം പുന്നത്തലയിലാണ്. മർക്കസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാർത്തലയിലാണ്. ആദവനാട് ഹയർ സെക്കൻഡറി സ്കൂൾ മാട്ടുമ്മലിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് ഹൈസ്കൂൾ പരുത്തി എന്ന സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. CPA കോളേജ് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസ് പുന്നത്തലയിലാണ്. BYKV ഹയർ സെക്കൻഡറി സ്കൂൾ വളവന്നൂരിലാണ്. ഗൈഡ് കോളേജ് വളാഞ്ചേരി റോഡിലാണ്. അതുപോലെ ലൂമിനസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വെട്ടിച്ചിറയിലാണ്. ലൂമിനസ് കോളേജ് മനോഹരമായ പേരുകൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു. പ്രകാശം പരത്തുന്ന കോളേജ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. മർക്കസ് തർബിയത്ത് മദ്രസ MTI ഓഫീസ് റോഡിലാണ്. മർക്കസ് റെസിഡൻഷ്യൽ സ്കൂൾ ആദവനാടിൽ തന്നെയാണ്. ഇത്തരത്തിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ട് പുത്തനത്താണിയിലെ പുതിയ തലമുറക്ക് മികച്ച പരിശീലനം ലഭിക്കുവാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരിൽ പലർക്കും ഗൾഫ് രാജ്യങ്ങളിൽ നല്ല ജോലിയും ശമ്പളവും ലഭിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള നഗരങ്ങളിലൊന്നായി ഇപ്പോൾ പുത്തനത്താണി കണക്കാക്കപ്പെടുന്നു.